ഹേയോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറൻ്റെ വ്ളോഗാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഇടുന്നതിൽ കുറച്ചൊന്ന് ഗ്യാപ്പ് വന്നില്ലേ. എനിവേ അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ഓറഞ്ച് ഉണ്ട്, പിന്നെ എന്താണ് മുന്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്തോ ടേബിൾ മേൽ എന്തെല്ലോ കുറഞ്ഞ പോലെ, പക്ഷെ അതാണല്ലോ ഹെൽത്തി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് സ്നാക്സ് ആയിട്ട് ഈ ഒരു ബ്രെഡ് പോക്കറ്റ് പോലത്തെ സാധനം, കട്ട്ലറ്റും, പിന്നെ എന്താണ് ഇതിനെന്താ ചിക്കൻ റോൾ അല്ലേ, അപ്പോൾ ചിക്കൻ റോളും ഉണ്ട്. പിന്നെ ജ്യൂസായിട്ട് മുന്തിരി ജ്യൂസാണ് കേട്ടോ. അപ്പം മുന്തിരി ജ്യൂസിൽ കുറച്ച് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ജ്യൂസ് അടിച്ചിട്ടുണ്ട്, കുറച്ചിങ്ങനെ നുള്ളിപ്പെറുക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടിരുന്നു. ആൻഡ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ തന്നെ അനിയത്തിയാളും വന്നിരുന്നാണ്. അപ്പോൾ എന്തായാലും ഒരു അടി ഉണ്ടാവും. അപ്പോൾ 6:40 എത്രയോ ആയി ബാങ്ക് കൊടുക്കുന്നു. ഈയിടെയാഴ്ചയൊക്കെ ബാങ്ക് കൊടുക്കാൻ എന്തോ ലേറ്റ് ആവണ പോലെ. ഓക്കെ, അപ്പം അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ആദ്യം തന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച്, ആ ഒരു വെള്ളം, ആ ഒരു ഫസ്റ്റ് സിപ്പിൽ തന്നെ വെള്ളം ഇറങ്ങി പോകുന്ന ആ ഒരു അറിയാൻ പറ്റുന്നൊരു ഫീലുണ്ടല്ലോ, സ്വർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു, പിന്നെ ജ്യൂസും കുടിച്ചു. ഞാനിങ്ങനെ മാറി മാറി കുടിക്കുന്നു, വെള്ളം ജ്യൂസ്. എനിവേ എനിക്കാണെങ്കിലോ ഇത്രയും നേരം ഇതായിട്ട് പിന്നെ എന്താണ് വിശപ്പുണ്ടോ ചോദിച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് അത്താഴം ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല, കാരണം ആ സമയത്ത് എനിക്ക് ഇറങ്ങുന്നില്ല, ഭയങ്കര ഛർദ്ദിക്കാനൊക്കെ വരുന്ന ഇടങ്ങാറ്. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഓക്കെ, അപ്പോൾ വിശപ്പുണ്ടായിരുന്നു, ബട്ട് എന്താണ് അത്രയും നേരം ഒന്നും കഴിക്കാണ്ട് നിൽക്കുമ്പോൾ പിന്നെ ഓയിലി ഒക്കെ ആയിട്ടുള്ള കഴിക്കുമ്പോൾ ഒരു ഇടങ്ങാറ്. പക്ഷെ അതൊന്നും എൻ്റെ മുഖത്ത് കാണുന്നില്ല, ഞാനൊക്കെ കഴിക്കുന്നുണ്ട്, അതാണ് പ്രശ്നം. അവിടെയാണ് ഒരു ഇത്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഉള്ളിൽ. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയാളും കണ്ണുകൊണ്ട് കോർക്കലും, പിന്നെ വാക്കുകൊണ്ട് കോർക്കലും, പിന്നെ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കാലിൻ്റെ അടിയിൽ നിന്ന് ടേബിളിൻ്റെ അടിയിൽ നിന്ന് ചവിട്ടലും, അങ്ങനെയൊക്കെ ആയിട്ട് ഇടയിൽ വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളറിയാത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇടയിൽ ഇതും. പിന്നെ എൻ്റെ ചെറിയ അനിയത്തിക്ക് എന്തിൻ്റെ കേടാവെന്ന് അറിയില്ല, ക്യാമറനെ കാണുമ്പോൾ എന്താ പറയുക, ഓൾക്ക് പറക്കാത്ത പോയൊരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, ആ ഒരു രീതിക്ക് കാണുന്നൊരു പോലെയാണ് കേട്ടോ. ഇല്ലാത്ത എല്ലാ ഒരു ദുഷ്ടികളും, എന്താ പറയുക, ഫേഷ്യൽ എക്സ്പ്രഷൻസും ഓരോ മണ്ടത്തരും പൊട്ടത്തരും ഒക്കെ ഈ സമയം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എന്താക്കണ്ടേന്ന് എനിക്കറിയും. കാരണം ഫസ്റ്റത്തെ ആ ഡേയ്സിലൊക്കെ എനിക്ക് മനസ്സിലായി കുട്ടിക്ക് അരപിരി ലൂസ് ഉണ്ട്. പിന്നെ ഞാൻ ഓക്കെ വിട്ടേക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെന്തേലും പറയാൻ പോയാൽ പിന്നെ എന്താവും, അത് അടുത്തൊരു പ്രശ്നത്തിലോട്ടായിരിക്കും കേട്ടോ മാറുന്നത്. അപ്പം അങ്ങനെ ഞാൻ എന്താക്കി, ഈ ഒരു സ്നാക്കൊക്കെ കഴിച്ച് അവിടെ തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങണ്ട ചവച്ചിട്ടും. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. ആൻഡ് ഇപ്രാവശ്യം പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ടില്ല, ഇപ്പോൾ എടുക്കാൻ പോകണം. പിന്നെ എനിക്ക് എന്ത് എടുക്കണ്ടേന്നൊരു ഇപ്പോഴും കൺഫ്യൂഷനാണ് കേട്ടോ. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് പെരുന്നാളിൽ എന്തെടുക്കണ്ടേന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ടാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തായാലും നിങ്ങളെ അഭിപ്രായമൊക്കെ ഞാൻ സ്വീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ എൻ്റെ അനിയത്തിക്ക് എവിടെ നിന്നോ ഒരു സ്ട്രോ കിട്ടിയതാണ് നിങ്ങളവിടെ കാണുന്നത്. ആ ഒരു സ്ട്രോ കിട്ടിയതിൻ്റെ ഒരു പൊട്ടത്തരം ഇവിടെ ഇങ്ങനെ നല്ലോണം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെന്താ പറയുക, അതൊന്നും മൈൻഡാക്കരുത്, കാരണം നമ്മളെപ്പോലെ ആവണം എല്ലാവരും എന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കട്ട്ലൈറ്റൊന്നും പിന്നെ ബ്രെഡിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ അതും തിന്ന്, അപ്പം അങ്ങനെ ഒക്കെ തിന്നിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തിയാൾ രണ്ടാളും എന്തോ ഒരു അടി ഉണ്ടായി. ഞാനൊന്നും കേട്ടിട്ടില്ല എന്നുള്ള മട്ടിലിരിക്കുക, കാരണം ഇല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപ്പം നമ്മളതൊക്കെ സഹിച്ച് കടിച്ച് പിടിച്ച് ജീവിക്കുക, കാരണം ഇതിലേറെ വലുത് ഇനിയൊന്നും ജീവിതത്തിൽ വരാനില്ല അവരുടെ അച്ഛ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ഇടയിൽ വെള്ളം കുടിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു. പിന്നെ ജ്യൂസ് ഞാൻ ഭയങ്കര ആക്കിയിട്ട് നീട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം എനിക്ക് മധുരം എന്തോ അത്ര ഇഷ്ടമല്ല. പിന്നെ അത് സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നിസ്കരിച്ചിരുന്നത്. അങ്ങനെ അള്ളാനോട് കുറേ മിണ്ടിയും പറഞ്ഞു ഇരുന്ന്, അങ്ങനെ കുറേ അങ്ങനെ പറഞ്ഞിരുന്നിട്ട്. പിന്നെ ഗായ്സ് ഇന്നത്തെ മെയിൻ ഡിഷാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല മുളകിട്ട് മാങ്ങാ ചമ്മന്തി അരച്ചെടുത്തത്, അതും ആരാൻ്റെ പറമ്പത്തെ മാങ്ങ ആയതുകൊണ്ട് പ്രത്യേക ടേസ്റ്റും. പിന്നെന്താണ് ഇന്നലത്തെ മീൻകറി, മത്തിക്കറിയാണ് കേട്ടോ. പിന്നെ മുട്ട പൊരിച്ചോ അങ്ങനെ എന്തോ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ മറന്നു കേട്ടാ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ കുറേ ദിവസമായിട്ടോ ഈ ഒരു എന്താ പറയുക മാങ്ങാ ചമ്മന്തി തിന്നിട്ട്,
അല്ല ചോറ് തിന്നിട്ട് കുറേ ആയിട്ട്. അപ്പം ഈ ഒരു മാങ്ങ ചമ്മന്തിയും ചോറും തിന്നുമ്പോൾ എനിക്കിപ്പോഴും ഇതാക്കുമ്പോഴും എൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു. ക്യാബേജ് ഉപ്പേരിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ക്യാബേജ് എന്തോ പറവ് എന്നാ പറയുക കണ്ണൂരിലൊക്കെ. പക്ഷെ നമ്മളെ മലപ്പുറം രീതിക്ക് ക്യാബേജ് ഉപ്പേരി എന്ന് പറയും. അപ്പോൾ ഞാൻ നിസ്കരിച്ച് വന്ന ഉടനെ ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. കാരണം ഉമ്മ വിളമ്പി വെച്ചിന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഐ എം റെഡി എന്നൊക്കെ പറഞ്ഞ് വന്നതിന്. പിന്നെ നമ്മൾ ആ ഒരു നാടൻ രീതിക്ക് ആ ഒരു ഒരു ഗ്ലാസ് കട്ടൻ ചായയും പിന്നെ ചോറും ഇന്നലക്കത്തെ മത്തിക്കറിയും ക്യാബേജ് ഉപ്പേരിയും പിന്നെ നല്ല മുളക് നല്ല പുളിയുള്ള മാങ്ങൻ്റെ ചമ്മന്തിയൊക്കെ ഇട്ടിട്ട് ഒരു പിടി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മാങ്ങാ ചമ്മന്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും നല്ലൊരു ഇതുണ്ട്, വായിലൊക്കെ വെള്ളം ഊറി വരുന്നുണ്ട്. ഇന്ന് രാവിലെ ആയിരുന്നു കേട്ടോ ഞാൻ അറിയുന്നത് എനിക്ക് നാളെയാണ് എക്സാം, മറ്റന്നാളെ അല്ലാന്ന്. അപ്പോൾ അത് ഭയങ്കര സ്ട്രെസ്സായിട്ട് പഠിക്കേണ്ടതൊക്കെ ഞാൻ ആ ബുക്ക് മുഴുവനും പാർട്ട് 1 ഉം 2 ആയിട്ട് ഇന്ന് പഠിച്ച്. പിന്നെ എൻ്റെ ടേബിളിൽ എന്താണ് നിങ്ങൾ ഗസ് ചെയ്യും, റോജ പാക്കറ്റാണ് ഗായ്സ് അത്. അപ്പോൾ ഞാൻ നിൻ്റെ അനിയത്തിയുള്ള മുട്ടായാണ് വിചാരിച്ച് അറിയാണ്ട് വാങ്ങിക്കൊണ്ടുവന്ന സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ തിന്ന് അത് നല്ലതാണ് കേട്ടോ, തിന്നാൻ പാടില്ല എന്നൊന്നുമില്ല, നല്ല തന്നെയാണ്, ഹലാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ ക്ലാസ്സൊക്കെ കേൾക്കാനിരുന്നു. നമ്മളെ ആഡി സാറിന് നാച്ചു സാറിൻ്റെ ഒക്കെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ആൻഡ് അസ്സലാമു അലൈക്കും.